الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون അള്ളാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയും അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സംഭവങ്ങളെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ചർച്ച ചെയ്യുക എന്നത് സ്വാഭാവികവും നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും അപ്രകാരം മനുഷ്യരുടെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നത് ഒരു അപൂർവമായ കാര്യമല്ല. മതവിശ്വാസികൾ പൊതുവിലും മുസ്ലിങ്ങളായ ആളുകൾ വിശേഷിച്ചു ഈ സന്ദർഭത്തിൽ തങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യവും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞു സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ഇടപെട്ടു വരികയും അത് സഹായമായും സേവനമായും തികച്ചും മാതൃകാപരമായ ഇടപെടലായും ഭാവി സമൂഹത്തിനൊരു പ്രതീക്ഷയായും അത്തരം പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കുകയും സേവനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഏതൊരാളിൽ നിന്നും അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഇതിന്റെ മറുവശം എന്ന് പറയുന്നത്, ഏതൊരു പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ ആ പ്രയാസത്തെയും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെയും അവഗണിച്ചുകൊണ്ട് ഇത് ദൈവനിഷേധത്തിനും മതവിരുദ്ധതയ്ക്കും ആക്കം പകരാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അജണ്ടകളും പ്രചരണങ്ങളും ഒരു ഭാഗത്ത് നടന്നു വരികയാണ്. അത്തരം വീഡിയോകൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ കൂടുതലായി ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു സമൂഹം പുലർച്ചെ ഒരു നാട് തന്നെയും നീക്കപ്പെടുമാറ് ദൈവം ക്രൂരനായി ഇടപെട്ടു എന്നാണ് ആക്ഷേപങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത്. ദൈവം കരുണാമയനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞില്ല എന്നതാണ് അനുബന്ധമായി ചോദിച്ചു വരുന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ ഈ ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയും വസ്തുതകളെ തിരിച്ചറിയുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ദൈവിക കാരുണ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അഅറാഫിലെ 156-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്ന കാര്യം വറഹ്മത്തി, എന്റെ കാരുണ്യം എന്ന് പറയുന്നത് വസിഅത്ത് കുല്ല ഷൈഇൻ, അത് എല്ലാ വസ്തുക്കളുടെ മേലെയും വിശാലമായിരിക്കുന്നു. എന്റെ കാരുണ്യം അനുഭവിക്കാതെ ലോകത്തൊരു വസ്തുവും വസ്തുതയുമില്ല എന്നതാണ് അള്ളാഹു ആ വചനത്തിലൂടെ പറയുന്നത്. തുടർന്ന് പറയുന്നത് ഫസഅക്തുബുഹ, ആ കാരുണ്യം നാം രേഖപ്പെടുത്തുന്നതാണ് ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്ക്. വയുഅ്തൂന സക്കാത്ത, മുതലിനനുസരിച്ച് സക്കാത്ത് നൽകുകയും ചെയ്ത ആളുകൾക്ക്. വല്ലദീന ഹും ബിആയാത്തിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാം അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. പൊതുവായൊരു കാരുണ്യത്തെ ആദ്യം പറഞ്ഞതിന് ശേഷം പ്രത്യേകമായി കാരുണ്യം രേഖപ്പെടുത്തുന്ന ആളുകളുടെ 2-3 സ്വഭാവങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി. ദുനിയാവിൽ ആ കാരുണ്യം എല്ലാത്തിന്റെയും വിശാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു വച്ചു. പിന്നീട് പറഞ്ഞത് സൂക്ഷ്മത പാലിക്കുകയും തങ്ങളുടെ മുതലിനനുസരിച്ചുകൊണ്ട് സക്കാത്ത് നൽകുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായി ഇത് രേഖപ്പെടുത്തി വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങളുടെ വിശദീകരണമായിക്കൊണ്ട് ഒന്നിലധികം സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചക സന്നിധിയിൽ ഒരു സഹാബി വര്യൻ ഒരു കിളിയെയും ഒരു തള്ളക്കിളിയെയും ഏതാനും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പ്രവാചകനെ സമ്മാനിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ തള്ളയെ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, അതിന്റെ കൂടെടുത്തപ്പോ തള്ള കൂടി വന്നിരുന്നു, അങ്ങനെ അതിനെ കൂടി പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, തന്റെ കുഞ്ഞുങ്ങളോട് തള്ളപ്പക്ഷി കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തിന്റെ 100 ഇരട്ടിയാണ് അള്ളാഹുവിന് തന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന മനുഷ്യരോടുള്ളത്. ആ കാരുണ്യത്തെ 100ആക്കി ഭാഗിച്ചതിലൊരു ഭാഗമാണ് ദുനിയാവിലെ സകല ജീവജാലങ്ങൾക്കുമായി അള്ളാഹു വീതിച്ചു വച്ചത്. 99 അംശവും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാകുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി അള്ളാഹു കരുതി വച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു യുദ്ധാനന്തരം ഒരു സ്ത്രീ നഷ്ടപ്പെട്ടു പോയ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് പലവശയായി അവൾ അലയുകയാണ്. ഓരോ കുട്ടിയെയും അവൾ എടുത്തു നോക്കുന്നുണ്ട്. അവളുടെ വെപ്രാളവും ആവലാതിയും കണ്ട പ്രവാചകൻ തന്റെ അനുജനോട് ചോദിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിങ്ങനെ കാണാം, അതറൂന ഹാദിഹിൽ മർഅത്തു ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആ പെണ്ണ് അവളുടെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമോ എന്നാണ്. ആ പെണ്ണ് അവളുടെ കുട്ടിയെ കിട്ടിയാൽ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. കാലു, അവർ പറഞ്ഞില്ല, വല്ലാഹ്, അള്ളാഹു തന്നെയാണ് സത്യം, ഒരിക്കലും അവർ ചെയ്യുകയില്ല. വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹു, അവൾ ഒരിക്കലും അവളുടെ കുട്ടിയെ തീയിലേക്ക് അവൾ വലിച്ചെറിയില്ല എന്ന് പ്രവാചകനോട് അവൾ പറയുന്നുണ്ട്. അനന്തരം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. ആ സ്ത്രീ അവളുടെ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമാണ് അള്ളാഹുവിന് തന്റെ ഇബാദുകളോടുള്ളത്, തന്റെ ദാസന്മാരോടുള്ളത്. അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു കാരുണ്യമാണ് പടച്ചവന് തന്റെ സൃഷ്ടികളോടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സിംഹാസനം അർശിന്റെ മുകളിൽ അള്ളാഹു രേഖപ്പെടുത്തിയത് ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി എന്നാണ്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു.
കാരുണ്യമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ഖുർആനിലെ ഒരു അധ്യായം ഒഴികെ മറ്റെല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത് ഈ അവദാനത്തെ വാഴ്ത്തിക്കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ അധ്യായവും തുടങ്ങുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാമങ്ങൾ 99 എന്നും അതിലേറ്റവും ശ്രേഷ്ഠമായത് റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണ്യകൻ എന്ന് പറയുന്ന നാമമാണ് എന്നും അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാമം നമ്മൾ പരസ്പരം വയ്ക്കരുത്. അങ്ങനെ പേര് സ്വീകരിക്കുന്നവർ അബ്ദു കൂടി ചേർത്ത് പറയണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നാമം അബ്ദുറഹ്മാൻ എന്നുള്ളതാണ് എന്ന് മറ്റൊരു ഹദീസിലൂടെ കാണാം. ഇതെല്ലാം ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച്. ആ കാരുണ്യത്തെ നമ്മൾ പൂർണ്ണമായും വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ചില എത്തിനോട്ടങ്ങൾ നമ്മൾ നടത്തിയാൽ മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ ആദരവ്, മനുഷ്യ സൃഷ്ടിപ്പെ സംബന്ധിച്ചിടത്തുള്ള അള്ളാഹുവിന്റെ അതിസൂക്ഷ്മത അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള മികവ് എന്ന് പറയുന്നത്, പ്രകൃതി വിഭവങ്ങൾക്ക് മേലെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അധീശത്വം എന്ന് പറയുന്നത്, ഇതെല്ലാം ഉപരിയായി മനുഷ്യനെ വരാനിരിക്കുന്ന ഒരു ലോകത്ത് വിജയം വരിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകി എന്നുള്ളത്, അവിടെയൊക്കെയും നമുക്ക് പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായിലെ 70-ാമത്തെ വചനം, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ മക്കൾ ആരാണ്? അമ്പിയാക്കൾ മാത്രമാണ്, ഔലിയാക്കളാണ്. അതല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരുമാണ്. ഇരുകാലി മൃഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ മനുഷ്യനെയുമാണ് പറയുന്നത് ആദമിന്റെ മക്കൾ എന്ന് പറയുന്നത്. ആ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ആദരവിന് പാത്രമായവരാണ് എന്ന് പറയണം. ഈ ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ആ ആദരവിന് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന എന്ത് മാനദണ്ഡമാണ് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഓരോരുത്തരും ജനിച്ചവരുടെ തറവാടിന്റെ മഹാത്മ്യം നോക്കിയിട്ടാണോ? ഓരോരുത്തരും കയ്യാളുന്ന അവരുടെ തൊഴിലിന്റെ മാന്യത നോക്കിയിട്ടാണോ? ഓരോരുത്തരുടെയും സൗന്ദര്യവും വർണ്ണവും നോക്കിയിട്ടാണോ? ഒന്നുമല്ല. മനുഷ്യനായി പിറന്നു എന്നതിന്റെ പേരിൽ മാത്രം അള്ളാഹുവിന് ആദരിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യനും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കരയിലും കടലിലും നാം അവനെ വഹിക്കുകയുണ്ടായി. മനുഷ്യൻ ചെയ്തു കൊടുത്ത ആദരവിനെ സംബന്ധിച്ച് അള്ളാഹു തുടർന്ന് പറയണം, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അത് അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുള്ള ആദരവിന്റെ മറ്റൊരു ഭാഗമാണ്. പിന്നീട് പടച്ചവൻ പറയാൻ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും നല്ല ഉപജീവനം നൽകപ്പെട്ടത് മനുഷ്യനാണ്. ലോകത്ത് കഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം, ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അത് മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള സവിശേഷതയാണ്. തുടർന്ന് പറയണോ, നമ്മുടെ സൃഷ്ടികളിൽ എല്ലാത്തിനേക്കാളും മുന്തിയ ഒരു സ്ഥാനം, പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത, ഒരു സവിശേഷത മനുഷ്യൻ അല്ലാഹു കൽപ്പിച്ചു നൽകിയിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന മിനിമം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഇത്രമേൽ ഔദാര്യം, ഇത്രമേൽ കാരുണ്യം, ഇത്രമേൽ ആദരവ് ഈ ഇരിക്കുന്ന പറയുന്ന ഞാനും നിങ്ങളുമൊക്കെയും ആ ആദരവിന് പാത്രീഭൂതരാണ് എന്ന് അള്ളാഹുവിന്റെ കിതാബിലൂടെ അറിയിക്കുകയാണ്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യഘടനയുടെ അന്യൂനതയാണ്. അതിന്റെ കുറ്റമറ്റ രീതിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഭീമാകാരങ്ങളായിട്ടുള്ള ജന്തുക്കൾ ദുനിയാവിലുണ്ട്, നമുക്കറിയാം. എണ്ണക്കണക്കിന് ഭാരമുള്ളവർ, മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്നവർ, മനുഷ്യനേക്കാൾ കൂടുതലായി ഭാരം വഹിക്കാൻ കഴിയുന്നവർ, മനുഷ്യനേക്കാൾ വിദഗ്ധമായി
ഓരോ ജോലിയും ചെയ്യാൻ കഴിയുന്നവ, അതൊക്കെയും ദുനിയാവിലുണ്ട്. ആ എല്ലാ ജീവികളുടെ മേലെയും ഒരു അധീശത്വം കൽപ്പിച്ചു കൊടുത്തത് മനുഷ്യനാണ്. ആലോചിച്ച് നോക്കാവുന്നതാണ്. അവന്റെ ഘടനയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഏറ്റവും സവിശേഷത അർഹിക്കുന്ന ഒരു ഭാഗമാണ്. 95-ാമത്തെ അധ്യായം സൂറ തീനിലെ 4-ാമത്തെ വചനം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അഹ്സനായ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ഘടനയോടുകൂടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഘടനയെ സംബന്ധിച്ച് ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തിയത്, കുല്ലു ഹയവാനൻ മുൻകിബൻ അലാ വജ്ഹിഹി ഇല്ലൽ ഇൻസാൻ ഖലഖഹു മദീദുൽ ഖാമ. എല്ലാ ജന്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചപ്പോ അവയുടെ മുഖം കീഴ്പോട്ട് താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. സൃഷ്ടിഘടന അങ്ങനെയാണ്. എല്ലാത്തിന്റെയും ശിരസ് താഴ്ന്ന നിലയിലാണ്. എന്നാൽ മനുഷ്യനൊഴികെ ശിരസ് നിവർത്തിപ്പിടിച്ചവനായി, മുഖം നിവർത്തിപ്പിടിച്ചവനായി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഘടന അള്ളാഹു അവന് നൽകിയെന്നാണ്. യതനാവലു മഅകൂല ബിയദി, കൈകൊണ്ടവ ഭക്ഷിക്കുന്നു. മുസയ്യനൻ ബിൽ അഖ്ലി വത്തമീസ്, ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടുമെല്ലാം സമ്പാദിച്ചുണ്ടാക്കിയത് കൈകൊണ്ട് ഭക്ഷിക്കുന്നവനായി അള്ളാഹു മനുഷ്യനെ മാറ്റിയെന്നാണ് അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലോചിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ കാണുന്ന സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം കൊണ്ടും ഘടനാപരമായും ഒക്കെ ഏറ്റവും സവിശേഷത അർഹിക്കുന്ന ശരീരഘടന എന്ന് പറയുന്നത് മനുഷ്യന്റേതാണ് എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളിലുള്ള അവന്റെ അധീശത്തെ കൃത്യമായി ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്. 45-ാമത്തെ അധ്യായം സൂറത്ത് ജാസിയയിലെ 13-ാമത്തെ വചനം, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതിന്റെ എല്ലാം അള്ളാഹുവിന്റെ വകയായിട്ട് തീർച്ചയായും അള്ളാഹു അവന് അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദുനിയാവിൽ കാണുന്ന എല്ലാത്തിന്റെയും അധീശത്വം, ഒരു സുപ്പീരിയോറിറ്റി എന്ന് പറയാവുന്നത് അത് മനുഷ്യനുള്ളതാണ്. എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ, എല്ലാത്തിനെയും കൊണ്ടു നടക്കുന്നവൻ മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെന്തെങ്കിലും താളപ്പിഴവുകൾ സംഭവിച്ചാൽ ഈ സംവിധാനത്തിന് ആകെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ പരിസ്ഥിതിയിൽ ഒരു പ്രയാസം സൃഷ്ടിക്കാൻ ഇവിടുത്തെ ഒരു ജന്തുവിനും സാധ്യമല്ല. എന്നാൽ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് അത്തരം ആ അധീശത്വത്തിന്റെ ഭാഗമായി തെറ്റായ ഇടപെടലുകൾ കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ്. ആ രീതിയിൽ എല്ലാത്തിനേക്കാളും ഒരു മികവും അതിനെല്ലാം കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു അധീശത്വവും അധികാരവും അള്ളാഹു മനുഷ്യന് നൽകി. അള്ളാഹു മനുഷ്യനെ സവിശേഷമായി പരിചയപ്പെടുത്തിയ വാക്ക് ഖലീഫ എന്നാണ്. പിൻഗാമി എന്നാണ് വാക്കിനർത്ഥം. ഈ കാണാവുന്ന ഭൂമിയുടെയും സൗകര്യങ്ങളുടെയും ഒക്കെ അവകാശിയായി അള്ളാഹു മനുഷ്യനെ തിരഞ്ഞെടുത്തു എന്നാണ് ആ ആയത്തിലൂടെ പറയുന്നത്. ഈ ഉത്തരവാദിത്വം മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. അത് മനുഷ്യനോട് അള്ളാഹു കാണിച്ചിട്ടുള്ള പ്രത്യേകമായ കാരുണ്യവും ഔദാര്യവുമായി നമുക്ക് പഠിക്കാവുന്നതാണ്. 55-ാമത്തെ അധ്യായം സൂറ റഹ്മാനിലെ 10-ാമത്തെ വചനത്തിൽ അള്ളാഹു കുറെ കൂടി വ്യക്തമായി പറയുന്നു, അനാം, മനുഷ്യർക്കും ഇതര സൃഷ്ടിജാലങ്ങൾക്കും വേണ്ടി ഭൂമിയെ ഒരുക്കി വച്ചവനാണ് റഹ്മാൻ, പരമകാരുണ്യകൻ എന്ന് പറയുന്നത്. അധ്യായത്തിന്റെ പേര് തന്നെയും റഹ്മാൻ എന്നാണ്. റഹ്മാൻ, പരമകാരുണ്യകൻ. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ പഠിപ്പിച്ചവനാണവൻ എന്ന് പറയുന്നുണ്ട്. ആ കാരുണ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തുടർന്ന് എണ്ണി വരികയാണ്. അതിൽ 10-ാമത്തെ വചനത്തിൽ പറയുന്നത് വൽ അർള വളഅഹാ ലിൽ അനാം, മനുഷ്യർക്കും ഇതര സൃഷ്ടിജാലങ്ങൾക്കും വേണ്ടി ഭൂമിയെ ഒരുക്കി വച്ചവനാകുന്നു അവൻ. ജീവിക്കാൻ ഒരു തൊട്ടിലിന്റെ സാന്ത്വനം പോലെ, ഒരു കുഞ്ഞനുഭവിക്കുന്ന സാന്ത്വനവും സമാധാനവും പോലെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം മനുഷ്യന് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നു.
ഖുർആനിലെ 77-ാമത്തെ അധ്യായം സൂറ മുർസലാത്തിലെ 25-26 വചനങ്ങൾ കുറെ കൂടി വിശദമായി അള്ളാഹു പറയാണ്, അലം നജ്അലിൽ അർള കിഫാത്ത, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം ഭൂമിയെ നാം ആക്കിയില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, അഹ്യാഅൻ വ അംവാത, ജീവനുള്ളതിനെയും മരിച്ചവരെയും ജീവനുള്ളവരെയും ഉൾക്കൊള്ളാൻ പറ്റുമാറ് ഈ ഭൂമിയുടെ ഘടനയെ അള്ളാഹു മാറ്റിയിരിക്കുന്നു. ഇമാം ഷാരി പറഞ്ഞതായി ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ബത്നുഹാ ലി അംവാതിക്കും വലഹരിഹാ ലി അഹ്യാഇക്കും, അതിന്റെ ഉള്ളറകളിൽ മരിച്ചുപോയ മനുഷ്യർ വഹിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പുറം ഭാഗത്ത് ജീവനുള്ളവയെയും ഭൂമി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘടന, ഈ ഒരു സവിശേഷത ഭൂമിക്ക് മാത്രം സവിശേഷമായതാണ്. ഭൂമിയെ അള്ളാഹു തയ്യാറാക്കി വെച്ചത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് കൃത്യമായി പറയുകയാണ്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 50-ാമത്തെ വചനത്തിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ നോക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. അവിടെ എന്താണ് സവിശേഷമായി പറഞ്ഞത്? കൈഫ യുഹീൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു ഭൂമിയെ സജീവമാക്കുന്നത്, ജീവസുദ്ധമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കത്തിക്കാളിയ മരുഭൂമിക്ക് സമാനമായ ഉഷരമായ ഭൂമിയിൽ ഒരു പുതുമഴ ലഭിക്കുമ്പോ ഭൂമിയിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ നിത്യേന എന്നോണം കാണുന്നവരാണ് നമ്മൾ. മഴ കൂടുതലായി കാണുമ്പോൾ നമ്മൾ ബേജാറാകും, മഴയെ നമ്മൾ പഴിക്കും, നമ്മൾ ശകാരിക്കും. അതൊക്കെ മനുഷ്യന്റെ കുടിലമായ അല്ലെങ്കിൽ സ്വാർത്ഥമായ ചിന്തയുടെ ഭാഗമാണ്. ആ ഭാഗം മാറ്റി നിർത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഒരു മഴ ഭൂമിയിലേക്ക് വരുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു ധാന്യമണി നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ ആ ധാന്യമണിയുടെ മുള എന്ന് പറയുന്നത് വളരെ നേർമയുള്ളതാണ്. ഒരു വിരല് കൊണ്ട് സ്പർശിച്ചാൽ ഒടിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറ അബസയിൽ അല്ലാഹു പറയുകയാണ്, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ? അന്നാ സബബനൽ മാഅ സബ്ബ, നമ്മൾ മഴയെ അല്ലെങ്കിൽ വെള്ളത്തെ നമ്മൾ ചൊരിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞാൽ, സുമ്മ ശക്കക്കനൽ അർള ശക്ക, ഭൂമിയെ പിന്നീട് നമ്മൾ പ്രവർത്തിക്കഴിഞ്ഞാൽ ആ പിളർപ്പിലൂടെ പുറത്തേക്ക് വരുന്നത് ധാന്യമണികൾ മുളച്ചുണ്ടാക്കിയ മുളകളാണ്. ഒരു വലിയ സംവിധാനത്തെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു ചോദിക്കാൻ, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ല, പടച്ചവന്റെ കാരുണ്യം എവിടെയെന്ന് അന്വേഷിക്കുന്നവൻ അന്വേഷിച്ചു കൊള്ളട്ടെ. അവൻ അന്നമൂട്ടാനുള്ളത് ഈ ഭൂമിയിൽ സംവിധാനിച്ചു വച്ചവൻ അല്ലാഹുവാണ്. നിർജീവമായ നിന്റെ കൃഷിയിടത്തെ ഫലഭൂയിഷ്ടമാക്കിയത് നിനക്കും നിന്റെ മക്കൾക്കും കന്നുകാലികൾക്കുമൊക്കെ മത്താഅലക്കും വലി അൻആമിക്കും, മനുഷ്യർക്കും അവന്റെ കന്നുകാലികൾക്കും തിന്നാൻ പറ്റിയ വിഭവങ്ങൾ സംവിധാനിച്ചവൻ അവനാണ്. ഇന്നദാലിക ലമുഹീൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട പാഠം, നിർജീവമായ ഭൂമിയെ ജീവസുറ്റതാക്കിയതുപോലെ ഞാനും നിങ്ങളുമൊക്കെ നാളെ നിർജീവമായ ശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, എത്രയെങ്ങാനും ഉദാഹരണങ്ങളാണ് ഖുർആനിലൂടെ നമ്മൾ എണ്ണി നോക്കിയാൽ. എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ എന്ന് ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങൾ പറയുന്നു. പടച്ചവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കി പറയൂ. നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല. അത്രമേൽ അനുഗ്രഹങ്ങൾ ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മളുടെ ഹാർട്ട് ബീറ്റ് തുടങ്ങിയത് നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ വെച്ചായിരുന്നു. അതിനൊരു ക്രമീകരണം ഏർപ്പെടുത്തിയത് നമ്മൾ ആരുമല്ല, നമ്മുടെ ഉമ്മയുമല്ല, വാപ്പയുമല്ല, പ്രസവമെടുത്ത ഡോക്ടറുമല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നവരെ ചലിക്കണമെന്നതും അവന്റെ തീരുമാനം തന്നെയാണ്. ഹാർട്ട് ബീറ്റിൽ വർധനവുണ്ടായാൽ രോഗമായി നമ്മൾ ഡോക്ടറെ കാണും. കുറഞ്ഞുപോയാൽ നമ്മൾ അത് വർദ്ധിപ്പിക്കാനുള്ള പണികളുമായി പിന്നാലെ പോകും. ആ ചലനം പോലും വളരെ കൃത്യമായി അല്ലാഹു പറയുകയാണ്. ഇതിനേക്കാളെല്ലാം ബൃഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നത് മാർഗദർശനമാണ്.
ഒന്നും അറിയാത്തവരായി ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് നമ്മൾ. ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറ നഹലിലെ 78-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമുന ശൈഅ. ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. വജഅല ലക്കും അസ്സമഅ വൽ അബ്സാർ വൽ അഫ്ഇദ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്തു? കാഴ്ചയും കേൾവിയും മനനശേഷിയും ഒക്കെ നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം സംവിധാനിച്ചത്. മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നമുക്ക് കേൾവിയും അല്ലെങ്കിൽ ചെവിയും കണ്ണുമെല്ലാം ഉണ്ടല്ലോ. പിന്നീട് എന്താണ് പ്രത്യേകമായിട്ടത് പരാമർശിക്കാനുള്ള കാരണം? മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ആ അവയവങ്ങൾ കൊണ്ട് പ്രത്യേകമായ ഉപകാരം നമുക്കില്ല. ദുനിയാവിലേക്ക് വന്ന ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും ഒക്കെ ഉയർത്തിപ്പിടിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം സംവിധാനിച്ചവനെ കണ്ടറിയാൻ കഴിയണം. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. നടയെ സൂചിപ്പിച്ച ഈ അനുഗ്രഹങ്ങൾ ഒന്നും തന്നെയും നമ്മുടെ ആരുടെയും വകയല്ല, കഴിഞ്ഞുപോയൊരു നേതാവിന്റെയും വകയല്ല. എങ്കിൽ അതെല്ലാം സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. ആ സംവിധാനിച്ചവനെ കണ്ടറിയാൻ സാധിക്കണം. അവിടെയാണ് അള്ളാഹു സവിശേഷമായി നൽകുന്ന മാർഗദർശനത്തെ കൃത്യമായി പറയുന്നത്. ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറ തൗബയിലെ 128-ാമത്തെ വചനം, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ഇതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അള്ളാഹു അയച്ചു തന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും. ആ ദൂതൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ്. ഹരീസുൻ അലൈക്കും. നിങ്ങളോട് അതീവ ദയാലുവാണ് ദൂതൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് ഏറെ അത്യന്തം ദയാലുവും കാരുണ്യവാനും കൂടിയാണ് ആ പ്രവാചകൻ. ആ പ്രവാചക അധ്യാപനങ്ങളെ സ്വീകരിക്കുക എന്നത് മാനവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഒരു പ്രവാചകനെ നിയോഗിക്കുക എന്നത് മനുഷ്യകുലത്തോട് അല്ലാഹു കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും അദമ്യമായിട്ടുള്ളൊരു ഒരു തലം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തിയ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, ഫബിറഹ്മത്തിഹി അർസല ഇലൈന റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു എന്നത്. വഅൻസല അലൈന കിതാബഹു. അദ്ദേഹത്തോടൊപ്പം അല്ലാഹുവിന്റെ സവിശേഷമായ ഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു എന്നത്. വഅസിംന. നമ്മെ സംരക്ഷിച്ചു എന്നത്. മിനൽ ജഹാലത്തി വഹദാന അൽദലാല. ലലാലത്തിൽ നിന്ന്, ജാഹിലിയത്തിൽ നിന്ന് നമ്മളെ ഹിദായത്തിലേക്ക് നമ്മെ വഴി കാണിച്ചു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ്. ഫബസ്സർനാ മിനൽ അമ. അന്ധതയിൽ നിന്ന് നമ്മുടെ കണ്ണുകൾക്ക് ഉൾക്കാഴ്ച പകർന്നത് അള്ളാഹുവാണ്. വഅർശദനാ മിനൽ ഗൈ. മോശമായ വഴികളിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തിയവനും അള്ളാഹുവാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ട് അള്ളാഹു കാരുണ്യവാനാണോ അല്ലയോ എന്നത് ഓരോ വ്യക്തിയും കൃത്യമായി അപഗ്രഥിച്ച് മനസ്സിലാക്കുകയും ആ കാരുണ്യത്തിന് കൃത്യമായി നന്ദിയുള്ളവരാവുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അത്തരം നന്ദിയുള്ള ദാസന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രമേൽ കരുണാമയനായ ദൈവം എന്തുകൊണ്ട് മനുഷ്യർക്ക് കഷ്ടതകൾ വരുത്തുന്നു ചിന്തിക്കേണ്ട മറ്റൊരു ഭാഗമാണ്. പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ജീവിത വീക്ഷണത്തെ ആസ്പദമാക്കിയാണ് പ്രയാസങ്ങളെ വിലയിരുത്താൻ സാധിക്കുക. ദുനിയാവ് മാത്രം കാണുന്ന ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം
ദുനിയാവിന്റെ സുഭിക്ഷത മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്ന, അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുവിങ്കിൽ നിന്ന് മാർഗനിർദ്ദേശമായി ലഭിച്ചിരിക്കുന്ന ജീവിത വീക്ഷണത്തെ അനുധാവനം ചെയ്യുന്ന ആളുകൾ, അവർ മനസ്സിലാക്കുന്ന ജീവിത വീക്ഷണം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് പരലോകത്തുള്ള ജീവിതമാണ്. അവിടെയാണ് ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്നത്. ആ ശാശ്വതമായ ജീവിതം ലഭിക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ കഷ്ടതകൾ അയാൾക്കൊരു കഷ്ടപ്പാടല്ല. നോക്കൂ നിങ്ങൾ, തൂക്കിലേറ്റപ്പെടുന്ന ഘട്ടങ്ങളിൽ പോലും വിശ്വാസികൾ പറയുന്ന അല്ലെങ്കിൽ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള അവദാനങ്ങളുണ്ട്. ഞാനൊരു വിശ്വാസിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ മരണം എങ്ങനെയാണ് എന്നത് എന്നെ ആവലാതിപ്പെടുത്തുന്നില്ല. മരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് വിധത്തിലാവുക എന്നതാണ്. അത് ജീവിത വീക്ഷണത്തിന്റെ തകരാറാണ്. നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നതിനേക്കാൾ മരിച്ചതിനു ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാകുന്നു എന്നിടത്താണ് കാര്യങ്ങളുള്ളത്. വിശ്വാസികൾ ആ വിധമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഭൗതികതയിൽ മാത്രം ആണ്ടുപോയിട്ടുള്ള ആളുകൾ, ഇവിടെ ഒരു പ്രയാസം വരുമ്പോൾ തന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പരസ്പരം അവർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊരു ലോകത്തെ പറ്റിയുള്ള ചിന്ത തന്നെ അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഇല്ലാത്തൊരു ജീവിതമാണ് സുഖലോലുപന്മാരായ ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇനി സുഭിക്ഷത മാത്രമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ ആ സുഭിക്ഷതയെ വേണ്ട വിധം ആസ്വദിക്കാൻ അയാൾക്ക് കഴിയോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 216-ാമത്തെ വചനം, വഅസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വെറുക്കുന്നതുണ്ടാകും, പക്ഷെ ആ വെറുക്കുന്ന കാര്യങ്ങളിൽ ഗുണകരമായിരിക്കും ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ വഅസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അനേക കാര്യങ്ങളുണ്ടാകും, പക്ഷേ ആ അനേക കാര്യങ്ങളിൽ അതിന് വളരെ ദോഷകരമായി ബാധിക്കുന്നതുമാകാം. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണിക്കാണിക്കാനുണ്ട്. വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികൾ മുതൽ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങളായ മൊബൈൽ ഫോണുകൾ വരെയും അതിലൊക്കെയും പതിയിരിക്കുന്ന അനേകം ഉപദ്രവങ്ങളെ എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് പറയാം. അപ്പൊ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ദോഷമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷമെന്ന് പറയേണ്ടത്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണുന്ന ഗുണമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണകരമായി വരിക. ഇതിന് രണ്ടിനും വിപരീതമായിട്ടുള്ള അർത്ഥമുണ്ട് എന്നതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്. അജബൻ ലി അംറിൽ മുഅ്മിൻ. അതിലൊക്കെയും വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഏതൊരു പ്രയാസങ്ങളും ഏതൊരു ഗുണങ്ങളും ഒരു വിശ്വാസിക്ക് ലഭിക്കുമ്പോൾ അവൻ അതെല്ലാം ഗുണകരമായി പരിവർത്തിപ്പിക്കപ്പെടുമെന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിലേക്ക് തർജിഅത്ത് ചൊല്ലുകയും ചെയ്യുന്നവരാണ് അവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെയും അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിലേക്കാണ് ഞങ്ങളുടെ മടക്കം. കാലിലും ഉള്ളു തറക്കുമ്പോൾ പോലും അവനത് പറയും, കരണ്ട് പോകുമ്പോൾ അവനത് പറയും. അതൊക്കെയും അവന് നന്മയായി അള്ളാഹു രേഖപ്പെടുത്തും. ഇനിയൊരു സന്തോഷമുണ്ടായാലോ അൽഹംദുലില്ലാ എന്നവൻ പറയും. ആ അൽഹംദുലില്ലയും അവന്റെ മേൽ സൽക്കർമ്മമായി പ്രതിഫലാർഹമായ കാര്യമായി അള്ളാഹു രേഖപ്പെടുത്തും. എന്നാലോചിച്ച് നോക്കൂ, ഇതൊക്കെയാണ് ജീവിത വീക്ഷണങ്ങളിലുള്ള തകരാറെന്ന് പറയുന്നത്. ഇനി വേദന എന്ന് പറയുന്നത് സവിശേഷമായി നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് ആരോഗ്യത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്ന മർഹൂം ചെറിയമണ്ഡം അബ്ദുൽ ഹമീദ് മദനിയുടെ പുസ്തകം നമ്മുടെ അധിക വായനയ്ക്ക് നടത്തേണ്ടതുണ്ട്. അവിടെ കൃത്യമായി പറയുന്നുണ്ട് വേദന എന്ന് പറയുന്ന അനുഗ്രഹം. സഹോദരങ്ങളെ, വേദന ഇല്ലാതിരിക്കൽ ഒരു അനുഗ്രഹമാണ് എങ്കിൽ ആ അനുഗ്രഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവര് കുഷ്ഠരോഗികളാണെന്ന് പറയേണ്ടി വരും. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ ഏതെങ്കിലും ജീവികൾ കരണ്ട് പോയാൽ, ഒരു എലി കടിച്ചെടുത്തോണ്ട് പോയാൽ കുഷ്ഠരോഗി അറിയുന്നില്ല. അതൊരു അനുഗ്രഹമാണോ? വേദന അറിയാതിരിക്കുക എന്നത് മനുഷ്യ ശരീരത്തിന്റെ കൃത്യമായ അതിന്റെ സംവിധാനത്തെ വിളിച്ചറിയിക്കുന്നതാണ് വേദന എന്ന് പറയുന്ന അനുഗ്രഹം. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉമ്മമാരുടെ
കൃത്യമായ ഈറ്റുന്നവ് കൊണ്ടാണ്. അത് പ്രയാസമായി നമ്മൾ എവിടെയെങ്കിലും പറയാറുണ്ടോ? അതൊരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ പറയണം. ഒരാൾക്കൊരു തലവേദന എടുക്കുന്നു, ആ തലവേദന അയാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അതൊരു ടെസ്റ്റിന് വിധേയമാക്കിയപ്പോ തലയിൽ വളർന്നു വരുന്ന ട്യൂമറിനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശമാണ് തലവേദനയിലൂടെ അള്ളാഹു അറിയിച്ചത് എങ്കിൽ ആ തലവേദന വന്നിട്ട് നന്നായി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നമ്മുടെ വേദനകളെ നമ്മൾ കൃത്യമായി അപഗ്രഥിച്ചാൽ, ശരീരത്തിന്റെ ശുദ്ധജലത്തിന്റെ അപാകത കൊണ്ട് അല്ലെങ്കിൽ അപര്യാപ്തത കൊണ്ട്, കൃത്യമായ ഉറക്കമില്ലാത്തത് കൊണ്ട്, ഭക്ഷണം അമിതമായത് കൊണ്ട്, ഇങ്ങനെ 100 നമ്മുടേതായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെയൊക്കെയും ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. എവിടെയാണ് നമുക്ക് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാൻ അവസരമുള്ളത്? എവിടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ അനുഭവിക്കാൻ പറ്റാത്ത ഇടമായിട്ടുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നിവർത്തിപ്പിടിച്ച ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു വിരിച്ചിട്ടുള്ള ഓക്സോൺ പാളികൾ അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ആ വളരെ മോശമായി നമ്മുടെ ശരീരത്തിലും സൃഷ്ടിവ്യവസ്ഥയിലുമൊക്കെ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്ന വിഷാംശങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റിയ വലിയ കുടകളായി മാറുന്നത് കൊണ്ടല്ല, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസം വരെയും അനേകായിരം അനുഗ്രഹങ്ങളെ എണ്ണി നമ്മൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദികേട് ഇട്ടവരായി മാറാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നന്ദിയുള്ളവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും